നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വ്യക്തികളെ, സുഹൃത്തുക്കളെ, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ വൈകിയാണ് വന്നത്. ഞാൻ ആദ്യം തന്നെ സംഘാടകരോട് ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ രാവിലെ ഇന്ന് വേറൊരു വനിതാ സെമിനാറിൽ എനിക്ക് പങ്കെടുക്കാനുണ്ടായിരുന്നു. CPIയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് അളഗപ്പ നഗറിൽ ഒരു വനിതാ സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ജനാധിപത്യ ക്രമത്തിലെ സ്ത്രീ ഇടങ്ങൾ എന്ന വിഷയത്തിനെ കുറിച്ചായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ നാട്ടിലായതുകൊണ്ടും ഞങ്ങളതിൻ്റെ സംഘാടകരായതുകൊണ്ടും ഞാൻ വിചാരിച്ച പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞില്ല. നിങ്ങളോട് ക്ഷമിക്കുക. എൻ്റെ ഈ വിഷയം ഞാൻ സത്യത്തിൽ ഇതിനു വേണ്ടി വന്ന ആളല്ലെങ്കിലും ഈ വിഷയം എനിക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാക്കുന്നുണ്ട്, കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് നടത്തിയ വനിതാ സെമിനാറിൽ പുരുഷന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു വലിയൊരു ഖേദം. കാരണം വിഷയം വനിതാ സെമിനാറാണ്, ജനാധിപത്യ ക്രമത്തിലെ സ്ത്രീ ഇടങ്ങളായിരുന്നു വിഷയം. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഒരു പുരുഷന്മാരും ഉണ്ടായില്ല. കാരണം വനിതകളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത് പുരുഷന്മാരാണ്. കാരണം ഇത് നിങ്ങളിത് കേട്ടിട്ടില്ലെങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നതാണ്. ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെ രണ്ടുപേരും കൂടി ചെയ്യേണ്ട കാര്യമാണ്. രണ്ടെന്ന് പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം, നിങ്ങളോട് ക്ഷമിക്കുക. ഈ ഒരുമിച്ച് പോകേണ്ട മനുഷ്യർ തമ്മിൽ അപ്പം അതിന് ഒരു വിഭാഗത്തിന് പറയാനുള്ളത് മറ്റു വിഭാഗങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരുമിച്ച് പോകാൻ പറ്റുക? അതാണ് ഇന്നാണ് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു പ്രതിസന്ധി. കാരണം വലിയ ഹോളായിരുന്നു, ഹോള് നിറച്ച് സ്ത്രീകളായിരുന്നു, പക്ഷെ ഒരു പുരുഷന്മാരും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാ പരിപാടികളും നടക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആ വേദിയിൽ സ്ത്രീകളുണ്ടോ എന്നുള്ളത്. കാരണം നമ്മളെപ്പോഴും കാണാം, എന്ത് രാഷ്ട്രീയ പരിപാടി നടത്തിയാലും എന്ത് സാംസ്കാരിക പരിപാടി നടത്തിയാലും പലപ്പോഴും വേദികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. പക്ഷെ ഇന്ന് നേരെയാണ്, തിരിച്ചാണ് സംഭവിച്ചത്. ആകെ 2 പുരുഷന്മാരെ ഉണ്ടായുള്ളൂ. സംഘാടനത്തിന്റെ ഭാഗമായിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയി. ഇത്രയും തീർച്ചയായിട്ടും സ്ത്രീ സംവരണം പോലെയുള്ള വിഷയങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്. ഇവരുടെ ഒരു സമൂഹത്തിന്റെ ആദ്യ യൂണിറ്റ് തന്നെ എന്ന് അവകാശപ്പെടാവുന്ന ഒരു കുടുംബത്തില്, അത് അങ്ങനെ തന്നെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജനാധിപത്യം എന്താണ് എന്നുള്ളത് ഇന്നും ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടില്ല. അത് മലയാളികൾക്കും മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് മനസ്സിലാവാതെ നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നതിൽ തന്നെ അർത്ഥമില്ല. പ്രബുദ്ധ കേരളത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥ സജീവമായ രാഷ്ട്രീയ രംഗത്ത് ഇല്ലെങ്കിലും പലപ്പോഴും രാഷ്ട്രീയ പരിപാടികളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തമായ ധാരണയുള്ള സ്ത്രീകൾക്ക് ഇപ്പോഴും രാഷ്ട്രീയത്തിലും സ്ഥാനമില്ല. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ് എന്തുകൊണ്ട് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ല. ഇന്ത്യക്ക് പ്രധാനമന്ത്രി വനിത ഉണ്ടായി, ഇന്ത്യൻ പ്രസിഡന്റുമാര് വനിതകൾ ഉണ്ടായി, എന്താ പറയുക, ബംഗാളിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായി. ഇത്രയും അധികം വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, രാഷ്ട്രീയ ബോധ്യങ്ങളും ബോധവുമുള്ള സ്ത്രീകളുള്ള കേരളത്തിൽ ഇന്നും ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല. അപ്പൊ എന്തിനു വരണമെന്ന് ചോദിക്കുന്ന പുരുഷ നേതാക്കന്മാരുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് അവർ വന്നേ തന്നെ പറ്റുള്ളൂ. അവർ വരാത്തിടത്തോളം കാലം നമ്മളുടെ പാർലമെന്റിലോ നമ്മളുടെ നിയമസഭയിലോ 50% സ്ത്രീകൾ വരാൻ പോകുന്നില്ല. നമുക്കറിയാലോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര വിമർശിച്ചാലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് ഭൂരിപക്ഷം സ്ത്രീകളെ മത്സരിപ്പിച്ചതും വിജയിപ്പിച്ചതും. അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഇത് പറയാനല്ല വന്നിട്ട്, ഞാൻ ഈ വിഷയം ഇതായതുകൊണ്ട് ഇതിന്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്നുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ പരിപാടിക്ക് ആശംസ പറയലായിരുന്നു എൻ്റെ ധർമ്മം. നിർഭാഗ്യവശാൽ എനിക്ക് ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല. മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പ്രസംഗങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് പകക്കുകയാണ് ഉണ്ടായത്. കാരണം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പരിപാടിയാണ്. കേരളത്തിലെ ഏതൊരു വിദ്യാസമ്പന്നനായ അല്ലെങ്കിൽ സമ്പന്നയായ ഒരു സ്ത്രീക്കോ പുരുഷനോ ഉള്ള പൊതുവിജ്ഞാനത്തിൽ എത്രമാത്രം നമുക്ക് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് അറിയാം, അത്രയല്ലേ എനിക്കും അറിയുള്ളൂ. ഞാൻ ഇവിടെ വന്ന് എന്ത് സംസാരിക്കുമെന്നായിരുന്നു ആദ്യം. ഞാൻ ഒരു സെക്കൻഡിൽ ഞാനൊന്ന് പകച്ചു പോകണ്ടായത്. പക്ഷെ രണ്ടാമത്തെ ചിന്തയിൽ തന്നെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ഇവിടെ നിൽക്കാൻ ഏറ്റവും അർഹതയുള്ള ആളിൽ ഒരാളും ഞാൻ തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇന്ന്
ആനന്ദ ദർശനത്തിന് പിന്തുടരുന്ന എൻ്റെ വിശ്വാസം, നിങ്ങളെന്നെ തിരുത്താം ഞാൻ തെറ്റാണ് പറയുന്നുണ്ടെങ്കിൽ, 2 ആളുകൾ, അത് പൂർണ്ണമായും പിന്തുടരുന്ന 2 ആൾ തൃശ്ശൂർ ജില്ലയിലുള്ളത് എൻ്റെ ഗ്രാമത്തിലാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ രക്തബന്ധമില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ ആത്മീയ സഹോദരനായ E.K. പ്രഭാകരൻ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ്. പക്ഷെ ആലത്തൂരുകാർക്ക് തന്നെ ഇവരറിയുമെന്ന് എനിക്കറിയില്ല. കൃഷ്ണാനന്ദൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം 100% ഈ ആനന്ദമതം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്കതിനെ അങ്ങനെ വിളിക്കാം. ആനന്ദമതത്തിൻ്റെ അത് പൂർണ്ണാർത്ഥത്തിൽ പിന്തുടർന്നവരാണെന്ന് മാത്രമല്ല, ആ ദർശനത്തിൻ്റെ സ്വാധീനം ഏറ്റവും ശക്തമായി നിന്ന ഒരു ഗ്രാമമാണ് ഞങ്ങൾക്ക്. അത് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനൊരു CPIയുടെ മെമ്പറും അല്ലെങ്കിൽ യുവലാ സാഹിതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയ്ക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എൻ്റെ ഈ യാത്രയിൽ പ്രത്യക്ഷമായി അല്ലെങ്കിലും പരോക്ഷമായി ആനന്ദ ദർശനങ്ങൾക്ക് വളരെ സ്വാധീനമുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, 1900 ഇത് ഞാൻ കേട്ടതാണല്ലോ, കാരണം അന്ന് ഞാൻ സ്ഥിര ചെറിയ കുട്ടിയാണ്. 1960കളിൽ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് അസംഷൻ ഹൈസ്കൂൾ വരന്തരപ്പള്ളിയിലേക്ക് ചെറുപ്പക്കാരല്ല കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ഗംഗാധര മാഷ് ഉണ്ടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടൊരു മനുഷ്യനാണ്, മലയാള അധ്യാപകനാണ്. ആ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുള്ള ആ വലിയ മനുഷ്യൻ, അവൻ്റെ മാനവികതയിൽ വളരെയധികം വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലെ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല, ഈസ് എ ഹ്യൂമനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എപ്പോഴും ഈ കുട്ടികളോട് പറയും, ഈ കുട്ടികളോട് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെ അദ്ദേഹത്തിന് ഭയങ്കര വാത്സല്യമായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയാറുള്ളത്, ഒരു പ്രബുദ്ധമായ ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, പൂക്കോട് നിന്ന് വരുന്നവരെന്നാണ്. അതിൻ്റെതായ എല്ലാ വാത്സല്യവും സുരക്ഷിതത്വം അദ്ദേഹം അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഈ പ്രബുദ്ധത അതെനിക്കും അറിയാം, ഞാൻ കുട്ടിക്കാലത്തോട്ട് ഞാനും ഇത് കേട്ടിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പൂക്കോട് വന്ന കാലത്ത് കേരളത്തിൻ്റെ മോസ്കോ എന്നറിയപ്പെട്ട ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, അതിലൊന്നാണ് പൂക്കോട്. അപ്പം ഇത് എങ്ങനെ ഞാൻ മനസ്സിലാക്കിയിരുന്നിടത്തോളം എൻ്റെ ഒരു ധാരണ എന്താ വെച്ചാൽ, അവിടെ PS നമ്പൂതിരി വളരെ നേരത്തെ വരികയുണ്ടായി. അളഗപ്പ ടെക്സ്റ്റൈൽസും ഒരുപാട് ഓട്ട് കമ്പനികളുള്ള സ്ഥലമാണ് അളഗപ്പ. സ്വാഭാവികമായി തൊഴിലാളി സമരങ്ങളൊക്കെ, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച ഉണ്ടായി PS നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ. പക്ഷേ അപ്പം ഞാൻ കരുതിയത് അത് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിലാണ് എൻ്റെ ഗ്രാമം ഇത്രമാത്രം പ്രബുദ്ധമായെന്നാണ്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ KPSCക്ക് മുമ്പ് ഒരു നാടകവേദി കൂടി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഐക്യ കേരള നാടകവേദി എന്നായിരുന്നു എൻ്റെ പേര്. അത് പിന്നീട് KPSC രൂപീകരിച്ചപ്പോൾ ഈ നാടകവേദി അതിനെ KPSCയിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രധാനപ്പെട്ട പല നടന്മാർക്കും പിന്നെ അതിലേക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്, വീട് വിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവരങ്ങോട്ട് പോവുണ്ടായില്ല. ചിലരൊക്കെ പോവുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഞങ്ങളുടെ നാടിൻ്റെ പ്രാദേശിക ചരിത്രം ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് അതൊരു ഗ്യാപ്പ് തോന്നാറുണ്ട്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സ്വാധീനം ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഇവൻ ഈ 2000 വരെ ഞങ്ങളുടെ നാട്ടിൽ SNDPയോ NSS ഒന്നുമില്ല. പക്ഷെ പിന്നെ എങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും ഇരുണ്ട, കാരണം ഇനി മറ്റുള്ള ചില ഗ്രാമങ്ങളെ കുറിച്ച് പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഒളപ്പമണ്ണ മനയോ അല്ലെങ്കിൽ ഒരു കാട്ടുമാടം മനയോ അല്ലെങ്കിൽ ഒരു കൊടുങ്ങല്ലൂർ കോവിലകൊന്നും അടുത്തുള്ള ഇതൊന്നും ഇങ്ങനെ ഒരു സാംസ്കാരികമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു ഗ്രാമം എങ്ങനെ പ്രബുദ്ധമായി എന്നുള്ളത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോഴാണ്, കാരണം ഇതൊക്കെ എനിക്കൊരു ബന്ധമില്ലെന്ന് വിചാരിക്കുമ്പോൾ എനിക്കറിയാമല്ലോ എനിക്കൊരു പരോക്ഷമായ ബന്ധമുണ്ട്. ഞാൻ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നതാണ് ആനന്ദമതത്തെക്കുറിച്ച്. ഞാൻ ഉടനെ തന്നെ ഈ പ്രഭാകരൻ മാഷെ മകനുണ്ട്, എൻ്റെ ഒരേ പ്രായമുള്ള ആളാണ്, സ്വരനെ വിളിച്ച് ചോദിച്ചു, സ്വരൻ എന്താണ് ഇപ്പോഴത്തെ നമ്മളുടെ ആനന്ദമതത്തിൻ്റെ അവസ്ഥ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ദീർഘനേരം ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഇതെങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഇത് വന്നുവെന്നും എങ്ങനെ ഇത് വളർന്നു എന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എനിക്കൊരു 1-2 മണിക്കൂർ ഞങ്ങൾ ഫോണിൽ പരസ്യം, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരാണ് കേട്ടോ, പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്, എങ്ങനെ ഈ ഗ്രാമം ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായി മാറി. അതുകൊണ്ട് ഞാൻ വളരെയധികം ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. എൻ്റേതൊരു വലിയ കുടുംബമാണ്, ഞങ്ങളൊരു 30 വീട്ടുകാരൊക്കെ ആ ഗ്രാമത്തിലുണ്ട്. അന്ന് ഞാൻ കുട്ടിക്കാലത്ത് ഒരു 10 വീടെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക്
ഒരു വീട്ടിലും ഒരു ദൈവത്തിന്റെ പടം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊന്നും യുക്തിവാദികളൊന്നും എല്ലാവരും നിരീശ്വരവാദികളോ യുക്തിവാദികളോ അല്ല. പക്ഷെ ഒരു വീട്ടിലും ഒരു ദൈവത്തിന്റെ പടവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളർന്നു വലുതാവുന്നവരെ ഞാനും കണ്ടിട്ടില്ല. ഞങ്ങൾ അവസാനം പക്ഷെ ഞങ്ങളുടെ വീട്ടില്, എൻ്റെ വീട്ടില് പേഴ്സണലായിട്ട് കണി വെക്കുമായിരുന്നു ഞങ്ങൾ. ഈ കണി വെക്കുമ്പോൾ ഒരിക്കലും അവിടെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടായിട്ടില്ല. അപ്പൊ അന്നൊക്കെ എനിക്കൊരു കുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് വിഷ്ണുവിനും കൃഷ്ണനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം 4 കാല കൈയൊക്കെ ഉള്ള ഒരു ദൈവത്തിനെ കാണാൻ നമ്മളൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യനായിട്ടാണ് കാണുന്നത്. പക്ഷെ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 4 കൈയുണ്ട്, നല്ല സുന്ദരമായ മുഖമാണ്, ഒരു പെണ്ണിന്റെ ഛായയൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള രൂപങ്ങളാണല്ലോ കൃഷ്ണന്റെയും വിഷ്ണുവിന്റെയും ഒക്കെ. അപ്പൊ എൻ്റെ ഒരു മോഹമായിരുന്നു വീട്ടിലൊരു വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഒരു കൃഷ്ണന്റെ ഒരു പടം വേണമെന്നുള്ളത്. അങ്ങനെ ആരോ സമ്മാനം തന്നതിന്റെ ഫലമായിട്ടാണ് അവസാനം അവിടെ ഒരു വിഷ്ണുവിന്റെ ഫോട്ടോ വരുന്നത്. അപ്പൊ കണിയിലെ പോലും യാതൊരു തരത്തിലുള്ള ദൈവങ്ങളുടെ സ്വാധീനം ഇല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഞാൻ സ്വരനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ നാട്ടിലെ ഈ പ്രധാനപ്പെട്ട എല്ലാ കുടുംബങ്ങളും നിന്നിരുന്നത് അന്ധമതത്തിന്റെ സ്വാധീനത്തിൽ. മാത്രമല്ല ഒരു മതപരമായ ചടങ്ങും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം ഞാൻ പറയുന്ന എൻ്റെ ഒരേ ഒരു വീട് ഒഴിച്ചാൽ വേറെ ഒരു വീടും കമ്മ്യൂണിസ്റ്റുകാരുടെ വീടല്ല. അപ്പൊ ഇങ്ങനെ ഇത് സംഭവിച്ച അപ്പൊ ഈ ഒരു വളരെ ശക്തമായ സ്വാധീനം ആനന്ദ ദർശനത്തിന്റെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് എൻ്റേത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇത് യഥാർത്ഥത്തില് ഏനാമുക്കത്ത് നിന്ന് വന്ന പാറൻ എന്ന് പറഞ്ഞ ഒരു കാരണവര്, അദ്ദേഹമാണ്. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം വലിയ കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അന്നൊക്കെ തൃശ്ശൂർ മാർക്കറ്റിൽ മാത്രമല്ല, പാലക്കാട് മാർക്കറ്റിലും കൊണ്ടുവിൽക്കുന്ന ഒരു രീതിയുണ്ട്. അത് വിൽക്കാനായിട്ട് പാലക്കാട് ചെല്ലുകയും അങ്ങനെ ഈ ആലത്തൂർ മാർക്കറ്റാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്, ആലത്തൂർ മാർക്കറ്റിൽ ചെല്ലുകയും അവിടെ നിന്ന് ഈ നമ്മളുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് അറിയുകയും അങ്ങനെ അവരായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഈ ആനന്ദവം ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്. ഇതിൽ 2 കുടുംബങ്ങളാണ് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന ആൾക്കാർ. ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിനൊക്കെ അവർ ആനന്ദമതത്തിന്റെ സ്വാധീനത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ യാതൊരു തരത്തിലുള്ള മതപരമായ ചടങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, യാതൊരു തരത്തിലുള്ള ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ കൂടെ കണ്ടിട്ടുള്ളത് ഈ ആനന്ദമതം ആചരിച്ചിരുന്ന 2 വീടുകളിലെ ഒരു വീടിന്റെ പറമ്പിൽ ഇതിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു. ഒരു കൊച്ചു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1975 വരെയൊക്കെ അവിടെ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടെന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു കൊട്ടിലുണ്ടായിരുന്നു. ഈ കൊട്ടിലിൽ ആകെ കൂടെ നടന്നിരുന്ന ഒരു മതപരമായ ചടങ്ങ് എന്താണെന്നറിയോ? അത് എന്താ പറയുക, ശങ്കരാന്തി എന്ന് പറയുന്ന ദിവസമല്ലേ അല്ലെ? ശങ്കരാന്തി 10-ാം ഉദയത്തിനും അവിടെ പായസം വെക്കും. അതിൻ്റെ അപ്പുറത്ത് ഒരു മതപരമായ ചടങ്ങും അവിടുത്തെ ഈഴ കുടുംബങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ നായർ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തിൽ നിന്ന് തന്നെയാണ്, ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. എനിക്കറിയാം, ഞാനിത് ആലോചിക്കാറുണ്ട്, എങ്ങനെ ഇതുപോലെ ഒരു കുടുംബത്തിൽ ജനിച്ച വളരെ യാഥാസ്ഥിതികമായ വളരെ ഇരുണ്ട ഒരു ഗ്രാമത്തിൽ ജനിച്ച എൻ്റെ അച്ഛൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായി എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമായിരുന്നു എപ്പോഴും. അതിൻ്റെ മറുപടിയും ഈ സ്വാധീനത്തിൽ നിന്ന് തന്നെയാണ്. കാരണം അച്ഛൻ വളർന്നത് കൂടുതലും ഞങ്ങളുടെ വീട്ടിലല്ല. കാരണം 18 വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്താക്കി. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള ഭ്രമം കാരണം അദ്ദേഹത്തിൻ്റെ പ്രമാണിയായ അച്ഛൻ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അദ്ദേഹം പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റുകാരനായപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നത് ഈ കൃഷ്ണാനന്ദ മുത്തശ്ശന്റെ വീട്ടിലാണ്. കാരണം കൃഷ്ണാനന്ദ മുത്തശ്ശനെ കുറിച്ച് പറയുമ്പോഴാണ് ഇന്ന് അങ്ങനെ ഒരു മനുഷ്യന് കഴിയുമെന്ന് ഞാൻ വളരെയധികം അത്ഭുതപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസ്സുകാരനായിരുന്നപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരാനുള്ള എല്ലാ വളവും ഇട്ടുകൊടുത്തത് അദ്ദേഹമാണ്. എന്നെ പറഞ്ഞെന്താ വെച്ചാൽ, ഈ അച്യുതമേനോനും ഈ ഗോപാലകൃഷ്ണമേനോനൊക്കെ അവിടെ നിന്ന് ജനങ്ങളെ സംഘടിപ്പിക്കാനായിട്ട് വരുമായിരുന്നു. ഈ സമയത്ത് ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അച്ഛൻ ഈ കൃഷ്ണാനന്ദ മുത്തശ്ശനോടാണ് പറയാറ്, അവർക്ക് ചായ കൊടുക്കണം, അവർക്ക് ഇരിക്കാൻ സ്ഥലം വേണം. കാരണം ആ ഗ്രാമത്തില് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല, ഇതുപോലെ 2 ആളുകളെ സ്വീകരിക്കാനോ ചായ കൊടുക്കാനോ സൗകര്യമുള്ള വേറെ വീടുകളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കൃഷ്ണാനന്ദ മുത്തശ്ശൻ അദ്ദേഹം പറമ്പിലേക്ക് പോകും കൃഷി നോക്കാനായിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ചർച്ചകൾ പോലും നടന്നിരുന്നത് ഈ വീട്ടിൽ.
അത്രയും ഒരു വിശാലമായ വീക്ഷണമുള്ള ഒരു മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതാണ് സത്യം. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അതിൻ്റെ ബാക്കിയായിട്ട് എൻ്റെ അച്ഛൻ എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനിക്കുന്നു. അവിടെ നിന്ന് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ആദ്യത്തെ സ്കൂളുകൾ, ആദ്യത്തെ സൊസൈറ്റി, ആദ്യത്തെ കടകൾ പോലും ഞങ്ങളുടെ ഗ്രാമത്തിൽ വരുന്നത്. അങ്ങനെ ഒരു ഇരുണ്ട ഗ്രാമത്തിനെ ഇത്രമാത്രം അഭിവൃദ്ധിയിലേക്കും പ്രബുദ്ധതയിലേക്കും മാറ്റുന്നതിന് ഇങ്ങനെ ഒരു തത്വശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ, ഇങ്ങനെ ഒരു ദർശനത്തിന് കഴിയുമെങ്കിൽ ആ ദർശനത്തിന് ഇന്നും ഒരുപാട് പ്രസക്തിയുണ്ട്. അതല്ലേ അതിൻ്റെ ശരി. മാത്രമല്ല, ഇന്ന് ഇവിടെ ഫാസിസം വന്നോ വന്നില്ലേ എന്ന് ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഫാസിസം, സാംസ്കാരിക ഫാസിസം അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ എന്ന് മാത്രമല്ല, നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാത്രമല്ല, നമ്മളെ സംരക്ഷിച്ച, നമ്മളെ ഇന്ന് വരെ ഇവിടെ എത്തിച്ച, ഈ പ്രബുദ്ധ കേരളത്തിനെ സൃഷ്ടിച്ച എല്ലാ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും എല്ലാ ദർശനങ്ങൾക്കും ഒരുപാട് പ്രസക്തിയുള്ളൊരു കാലമാണ്. ഞാൻ ഈ ഫോട്ടോ കാണുമ്പോൾ, ശിവയോഗിയുടെ ഫോട്ടോ കാണുമ്പോൾ ഇതേ ഛായ തന്നെയായിരുന്നു കൃഷ്ണാനന്ദം കുറിച്ചത്. എനിക്ക് വളരെ, ഞാൻ 5 വയസ്സിൽ അദ്ദേഹം മരിച്ചു. ഏകദേശം ഇതുപോലെ തന്നെയാണ് അദ്ദേഹം ആയിരുന്നത്. അദ്ദേഹം നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല. അന്ന് നല്ല സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യനായിരുന്നു. കാരണം ഉറുമ്പ് കാലിൻ്റെ ഇടയിൽ പെട്ട് മരിച്ചെടുത്തുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധം. മാത്രം അദ്ദേഹത്തിനെ കുറിച്ചുള്ള വലിയൊരു കേട്ടിട്ടുള്ളത്, അമ്പലങ്ങളുടെ ഒരു ബന്ധവും ഈ മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടില് എന്താ പറയുക, ധർമ്മം ചോദിച്ചു വരുന്ന മനുഷ്യർക്ക് കൊടുത്തിരുന്നത് 5 രൂപയാണ്. അന്ന് 5 രൂപ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ശമ്പളം 10 രൂപയാണ്. മനസ്സിലായി? 1950കളിൽ അച്ഛൻ വാങ്ങുന്ന, ആദ്യത്തെ അധ്യാപകനായ അച്ഛൻ വാങ്ങുന്ന ശമ്പളം 10 രൂപയുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർക്ക് കൊടുത്തിരുന്നത് 5 രൂപ 10 രൂപയ്ക്കാണ്. കാരണം അത്രമാത്രം വിശാലമായ മനസ്സിൽ, അത്രമാത്രം കാഴ്ചപ്പാട്, അത്രമാത്രം ദർശനങ്ങളുള്ള ഒരു മനുഷ്യൻ അന്ന് ജീവിച്ചിരുന്നിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയാണ് എൻ്റെ പിതാവ്. അതിൻ്റെ പിന്തുടർച്ചയായിരിക്കാം ഞാനെന്ന്. എന്നെപ്പോലെ ഒരു പെൺകുട്ടി, എത്രയും ഒരു കുഗ്രാമത്തിൽ വളർന്ന കുട്ടിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. ഞാൻ വിദേശത്ത് പോലും പോയി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ്. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊക്കെ വിജയകരമായി നേരിട്ടുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതുണ്ടെങ്കിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായ എല്ലാ സ്വാധീനങ്ങളും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുടെയും ഈ എന്നിലും ഉണ്ട് എന്ന് ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയാണ്. ഇങ്ങനെ ഒരു ദർശനത്തിന് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല, എന്നെപ്പോലെ ഒരു സ്ത്രീയെ വാർത്തെടുക്കാൻ കഴിയുമെങ്കിൽ ഈ ദർശനത്തിൻ്റെ എത്രമാത്രം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ദർശനങ്ങൾക്ക് സ്ത്രീകളുടെ ജീവിതത്തിൽ നമ്മൾ സമൂഹത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. സ്ത്രീകളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളതൊക്കെ കൈവിട്ട് കളയുകയാണ്. 1992 കാലഘട്ടത്തിലാണ് റിവൈവലിസം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ സെമിനാർ നടത്തുന്നത്, UGC സെമിനാർ നടക്കുന്നത്. അന്ന് ഈ റിവൈവലിസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായത് സെമിനാറിന് ശേഷമാണ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, ആ റിവൈവലിസം അത് എല്ലാ ഇന്നത്തെ തിരിച്ചുപോക്കുകളുടെയും ഈ ഹിന്ദുത്വ അജണ്ടയുടെയും ഒരു തുടക്കമായിരുന്നു എന്നുള്ളത്. അതിന് ഈ അർത്ഥത്തിൽ അത് നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത് വളരെ വളരെ ദുരന്തപൂർണമായ, വളരെ ഇരുട്ടും ഇറങ്ങി നിൽക്കുന്ന, വീണ്ടും അല്ലെങ്കിൽ ഇരുൾ മൂടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നു പോവുകയാണ്. അതിലേറെ ദയനീയമാണ് കേരളത്തിന്റെ സാംസ്കാരിക വശം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത്തരം ദർശനങ്ങളെ പുനരുദ്ധരിപ്പിക്കേണ്ടതും അതിനെ വളർത്തേണ്ടതും അതിനെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതും നമ്മളുടെ എല്ലാവരുടെയും ഒരു കർത്തവ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.